നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളിലായാലും വയ്യോരങ്ങളിലായാലും ധാരാളം മാങ്ങകൾ നമുക്ക് കാണാവുന്നതാണ്. ഈ മാങ്ങകളൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചു നോക്കുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം ഏത് രീതിയിൽ തയ്യാറാക്കിയതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ധാരാളം മാങ്ങകൾ ഇന്ന് വിഷവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കടകളിലും വയ്യോരങ്ങളിലും കച്ചവടത്തിനായി തയ്യാറായിരിക്കുകയാണ്. കൃത്യമായി തയ്യാറാക്കുന്ന മാങ്ങകൾ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാൽസ്യം കാർബൈഡ് പോലെയുള്ള വിഷവസ്തുക്കൾ ഉപയോഗിച്ച് മാങ്ങകൾ തയ്യാറാക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ആരോഗ്യ വകുപ്പൊക്കെ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും നമ്മുടെ മാർക്കറ്റുകളിൽ ഇത്തരം വിഷവസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മാങ്ങകൾ ധാരാളമായി കാണപ്പെടുന്നു. സ്വാഭാവികമായിട്ടും മാങ്ങകളൊക്കെ നമ്മൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി ചെറിയ മക്കൾക്കും പ്രായമായവർക്കും അങ്ങനെ എല്ലാവർക്കും നമ്മളത് കൊടുക്കുന്നതാണ്, അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് മാങ്ങ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിഷവസ്തുക്കൾ ഉണ്ടെങ്കിൽ തലകറക്കം, ഛർദി, ഓക്കാനം, ചർമ്മത്തിലെ അൾസർ തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാങ്ങക്ക് ഒരു നിറമുണ്ട്, അല്ലേ? മാങ്ങയുടേതായ നിറം, അല്ലെ? ആ നിറം അധികം മഞ്ഞയുമല്ല അധികം ഓറഞ്ച് അല്ലാത്തൊരു നിറമാണ് മാങ്ങക്കുള്ളത്. പലപ്പോഴും കൃത്യമായി തയ്യാറാക്കുന്ന മാങ്ങകൾക്ക് നല്ല മഞ്ഞയും നല്ല ഓറഞ്ച് നിറത്തിലും ഒക്കെ ആയിരിക്കും ഇവ കാണപ്പെടുന്നത്. കൃത്യമായി തയ്യാറാക്കുന്ന മാങ്ങകൾ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയോട് ചേർന്നുള്ള ഭാഗത്ത് മാത്രമേ കൂടുതൽ നിറം കാണും. അതിൻ്റെ അടിയിലോട്ട് അതിൻ്റെ തായ്ഭാഗത്തേക്ക് എത്തുമ്പോൾ മറ്റൊരു നിറമാണ് കാണുക. അതും നമുക്ക് വേഗത്തിൽ കൃത്യമായി തയ്യാറാക്കുന്ന മാങ്ങയെ ഈ രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സാധാരണ രീതിയിൽ തയ്യാറായ മാങ്ങയ്ക്ക് എല്ലാ ഭാഗത്തും ഏതാണ്ട് ഒരേ നിറം തന്നെയാണ് ഉണ്ടാവുക. സാധാരണ രീതിയിൽ തയ്യാറാക്കിയ മാങ്ങക്ക് നല്ല മണവും നല്ല രുചിയും ഉണ്ടാകും. എന്നാൽ കൃത്യമായിട്ടാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ അടുത്തു പോയാലും അതിന് വലിയ മണമൊന്നും ഉണ്ടാകുകയില്ല. മാത്രമല്ല ആ മാങ്ങ ഒന്നെടുത്ത് നമ്മൾ മണത്ത് നോക്കിയാൽ അതിൽ കൃത്യമായിട്ട് തയ്യാറാക്കിയതാണെങ്കിൽ മാങ്ങയുടേതല്ലാത്ത ചില മണങ്ങൾ കൂടി നിങ്ങൾക്ക് അതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്. കൃത്യമായി തയ്യാറാക്കുന്ന മാങ്ങയുടെ തൊലിയൊക്കെ വളരെ മൃദുലായിരിക്കും. കാരണം ഘട്ടം ഘട്ടമായിട്ട് ഈ രാസവസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കൃത്യമായി തയ്യാറാക്കുന്ന മാങ്ങകളിൽ ഈ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചതഞ്ഞ പാടുകളൊക്കെ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം ചതഞ്ഞ പാടുകളൊക്കെ കാണുകയാണെങ്കിൽ ഇത്തരം മാമ്പഴങ്ങളും വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. സ്വാഭാവികമായി പറിക്കപ്പെടുന്ന മാങ്ങകൾ താഴെ നിലത്ത് വീഴുമ്പോഴുള്ള ചതഞ്ഞ രീതിയിൽ അല്ലാത്ത രീതിയിൽ തന്നെ വേഗം മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചെറിയ ചതഞ്ഞ രൂപങ്ങളൊക്കെ അതിൽ കാണാവുന്നതാണ്. സ്വാഭാവികമായ രീതിയിൽ തയ്യാറാക്കിയ മാങ്ങ ഒരു ബക്കറ്റ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് അടിയിലോട്ട് പോകും. എന്നാൽ അത് കൃത്യമായിട്ടാണ് തയ്യാറാക്കിയതെങ്കിൽ അത് മുകൾ ഭാഗത്ത് ഇങ്ങനെ പൊന്തിക്കിടക്കുകയാണ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് നല്ല മാങ്ങകൾ തന്നെ വാങ്ങി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ തയ്യാറാക്കി കിട്ടുന്ന മാങ്ങകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത്തരക്കാരോട് തന്നെ മാങ്ങകൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് കാണുന്ന മാങ്ങയെ കച്ചവടം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മനുഷ്യരുടെ ആരോഗ്യം വെച്ച് കളിക്കരുത്. കാരണം നിങ്ങളെ നിസ്സാരമായ ഒരു ലാഭത്തിന് വേണ്ടി മനുഷ്യരുടെ ജീവനും ജീവിതവും കൊണ്ടാണ് കളിക്കുന്നത്. ചെറിയ മക്കളെ വരെ മാരക രോഗങ്ങൾക്ക് അടിമയാക്കുന്ന വിഷവസ്തുക്കൾ ഒരിക്കലും നിങ്ങളുടെ കച്ചവടത്തിൻ്റെ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.